ഹലോ ഗായ്സ് ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഊട്ടി ഡേ 2 ആണ്. കാലത്ത് നല്ല നല്ല രസമുണ്ട് കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാനായിട്ട്. അങ്ങനെ നമ്മളൊരു 6 മണിക്ക് എണീറ്റു. പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞു കിടന്നു. ഇനി നമുക്ക് 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതിന് മുന്നേ നമ്മൾ കുറച്ചിങ്ങനെ ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഗാർഡനൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണാനായിട്ട് പോവും. അപ്പം നമ്മൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് പോവാട്ടോ, നല്ല രസമുണ്ട് മുകളിൽ കാണാൻ. കുറുക്കനൊന്നുമില്ല. ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എൻ്റെ അമ്മ കുറുക്കൻ ഓളിയിടുന്നതാണോ പെൺപിള്ളേർ ഓളിയിടുന്നതാണോ കുറേ നേരത്തേക്ക്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ കുറേ ഉള്ളത് കൊണ്ട് ഞാൻ പേടിച്ചിരുന്നു. ഹായ്, അവിടെ നോക്ക്. കയറാനാണോ? ആ പൂ പൊട്ടിക്കാനായിട്ട് അമ്മ നോക്കണ്ട കേട്ടാ. വേണ്ട അമ്മ, വേണ്ട വേണ്ട, വന്നേ. നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ നിറയെ റൂമുകളാണ്. വെള്ളത്തിൻ്റെ ഒക്കെ ശബ്ദം കേട്ടോ. ഇതിങ്ങനെ ഒലിച്ച് ഇതിവിടെ പോകണം. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ വെള്ളം വീണത് പാറമേ കൂടെ. എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനട്ട് ഇതേതാ ഇങ്ങനെ പോവും. ഓക്കെ, അവിടെ വേറെ ഉണ്ട് നല്ല കൂളിങ്. കുടിക്കാമോ? നല്ല ഐസ്. എന്റെ കയ്യൊക്കെ തോന്നു. ഇവിടെ ആട്ടോ നമ്മൾ നിന്നേന്നത്. കാട്ടിൽ നിന്ന് പോയി പോവുക കുറച്ച്. എൻ്റെ അപ്പം മതി, ആ ചെടിയൊക്കെ പറിച്ച് മതി, വായോ. ഈ പൂ കാണാൻ നല്ല രസമുണ്ട്. അത് പൊട്ടിക്കാനാണ് അങ്ങോട്ട് പോയത്. കിട്ടിയോ? ഇതാണ് പൊട്ടിച്ചു കൊണ്ടുവന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല. ഇവിടെ നല്ല കൂളിംഗ് ഉള്ള തന്നെ, തണുപ്പുള്ള കാരണമാണ് ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇത് നല്ല മഞ്ഞ പൂവ്, ഇല്ല ആരും കണ്ടിട്ടില്ല, അമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഇവിടെ ചിൽഡ്രൻസിന്റെ പാർക്കാണ്. അതാണോ? ഓക്കെ. ഇതെന്താ ക്യാരറ്റ്? ഇത് മൊത്തം, ഇത് ക്യാരറ്റ്, ഇത് മൊത്തം. ആ, ഞാൻ അത് ഇന്നലെ കണ്ടായിരുന്നു ക്യാരറ്റ് കൃഷി. പോസ് ചെയ്തിക്കണമൊക്കെ. നമ്മളിനി തിരിച്ചു പോരാണ്. നമുക്കിനി ഡ്രസ്സ് മാറിയിട്ട് വേണ്ട, റൂമിൽ പോയിട്ട് കഴുകാം. നമ്മളിനി തിരിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. ചെടി നോക്കിയാൽ ഞങ്ങൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. അടുത്തെടുത്തു. അപ്പം ഞങ്ങളിനി ഇറങ്ങാൻ നിൽക്കാൻ എല്ലാവരും ഇറങ്ങിട്ടോ. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലം. നമ്മൾ ഇറങ്ങാണ്.
ഇരിക്കുന്ന ട്രെയിനിലല്ലോ. അതെ, അവിടുന്ന് മടങ്ങാണ്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഈ ഒരു പൈൻമര കാട്ടിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാട് ഞാൻ പറഞ്ഞു, താഴത്തുള്ള ആ ലേക്ക് കാണാൻ പോവാണ്. ഇവിടെ ആകെ മഴയൊക്കെ പെയ്ത കാരണം ആകെ വഴുക്കലും കാര്യങ്ങളായിട്ടിരിക്കണം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് കയറി വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ബസ്സിലേക്ക് പോവാണ്. അമ്മയ്ക്ക് ആകെ വേണ്ട. അമ്മയ്ക്ക് മലയാറ്റൂർ പോകാതിരുന്ന ഒരു വിഷമം ഇതോടുകൂടി തീർന്നു. ശരിക്കും വയ്യാണ്ട് ഇങ്ങനെ ഭയങ്കര കിതക്കലും എന്തൊക്കെയായിരുന്നു. അതിനൊരു വിധത്തിലായി. ചെരുപ്പ് എൻ്റെ ചെരുപ്പ് നോക്കൂ. അമ്മയുടെ ചെരുപ്പ് കാണിച്ചെടുത്ത് കാണിച്ചെടുക്കും. വാ, അല്ല ചെളിയൊക്കെ ഇങ്ങനെ കൊഴന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ടായിരുന്നു. ഇനി നമ്മൾ ബസ്സിൽ പോവാണ്. ഇത് നല്ല രസമുണ്ട്. നല്ല രസമല്ല ഗൈസ്? നമ്മുടെ വർഗത്തിൽപ്പെട്ട ഒരു കുരങ്ങൻ. പറഞ്ഞോ, ആദ്യം പറഞ്ഞോ. ഹായ് പറഞ്ഞോ. മൊട്ടക്കുന്നല്ല ഇത്, ആണോ? മൊട്ടക്കുന്ന് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നല്ല കാറ്റുണ്ട്. ഊട്ടിയിലുള്ളത് നമ്മളെ ആൾക്കാർ പിന്നാലെ വരുന്നുണ്ട്. നമ്മളാണ് ആദ്യം കയറുന്നത്. കണ്ടില്ലേ, എന്താ രസമാണ് കാണാൻ. ഇത് ഇവിടെ തന്നെയുള്ള ഒരു ഷോപ്പാണ്. മരത്തോണ്ടുള്ള ഐറ്റംസ് നല്ല മണം. ബുദ്ധ, മരത്തോണ്ടുണ്ടാക്കിയ ബുദ്ധ, കപ്പ്, അടിപൊളി ഐറ്റംസ് കേട്ടോ. കീ ചെയിൻസ്, ഇതൊക്കെ പണ്ടുള്ളതാട്ടോ. മരത്തിൻ്റെ പാവ. ഇതെന്താ? നാച്ചുറൽ ഹെർബൽ, കൊടൈക്കനാൽ ഹെർബൽ ഓയിൽസ്, ക്രീംസൊക്കെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ചോക്ലേറ്റ്, ഹലുവ, പിന്നെന്തൊക്കെയാ സ്വീറ്റ്സൊക്കെ തൂങ്ങി കിടക്കുന്നത്. ചായപ്പൊടി നിറയുണ്ട് ഗൈസ്. 2 ക്യൂട്ട് പൂച്ചക്കുട്ടികൾ കേട്ടോ. ഇവിടെ നമ്മുടെ ക്യൂട്ട് കുരങ്ങച്ചൻ. നമ്മളിനി തിരിച്ചു പോവാട്ടോ. നമ്മളിവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പിൽ കയറുകയും ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി 1 മണിയോട് കൂടി നമ്മൾ ഹോട്ടൽ മഹാരാജാസിലേക്ക് വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്കത്തെ ലഞ്ച് നമുക്ക് ഇവിടെ നാട്ടോ. ഇവിടെ നിറച്ചും ഷോപ്സ് ആട്ടോ ഇതുപോലെ. എന്താ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ. നമ്മളിവിടെ സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. ഒരു തവണ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ബോട്ടിംഗ് ഒന്നും ചെയ്തില്ലായിരുന്നു. പാർക്കും ട്രെയിനിൽ കയറിയായിരുന്നു ഞങ്ങള്. നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം. അടിപൊളി സ്വെറ്റേഴ്സ്, ടീഷർട്സ്. ഇവിടെ നമ്മള് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് നമുക്കിവിടെ മിക്സഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് വാങ്ങിച്ചിട്ട് ഇനി നമ്മള് എന്നാ അങ്ങോട്ട് പോവാൻ നോക്കാം. ഹൊറർ ഹൗസ് ആണ് ഇത്. എനിക്ക് പോണമെന്നുണ്ടായിരുന്നു. സണ്ണി ഉണ്ടെങ്കിൽ ഞാൻ പോയേനെ. ഒരു അരയണത്തിന്റെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടിൽ കയറാൻ വേണ്ടി കാത്തിക്കുന്നവര്. നമ്മള് ഇവിടെ നിന്ന് നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. നമുക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല അല്ല. ബോട്ടിങ് മാത്രമല്ല, പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളും. പിന്നെ നമ്മളിങ്ങനെ നടക്കാം. പുറത്തൊക്കെ നല്ല റേറ്റ് കുറവിന് കുറേ സാധനങ്ങളുണ്ട്. ചെപ്പൽസ് ആയാലും ഷൂസ്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്ത് നല്ല റേറ്റ് വരും. ഇവിടൊക്കെ നല്ല കത്തിയുടെ കത്തി. ഇവിടൊക്കെ ഊട്ടിയിൽ വന്നാണ്ടല്ലോ ഏറ്റവും രസം ഇവിടുത്തെ ഗാർഡനും പൂക്കളൊക്കെ ആണ്. നല്ല രസമാണ്. നല്ല നല്ല കളർഫുൾ പൂക്കളുകളാണ് ഇവിടൊക്കെ. കണ്ടില്ലേ, ഇവിടെ നല്ല അടിപൊളി പൂക്കളുകളാണ് ഇവിടെ. ചോദിച്ചു നോക്കി അമ്മ. അവിടെ നമ്മുടെ മിനി ട്രെയിൻ സ്റ്റേഷനാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മളിനി എങ്ങനെയും ഒന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ പോവാം. ഇവിടെ മൊത്തം ഷോപ്പുകളാട്ടോ. നമുക്കിങ്ങനെ റൗണ്ട് അടിച്ച് വരാതെ. അങ്ങനെ പാലക്കാട് എത്തിയപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നർ കഴിക്കാനായിട്ട് കയറുന്നത് ഇവിടെയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ഊട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇനി വീട്ടിൽ പോയിട്ട് സുഖമായി കിടന്നുറങ്ങണം. ബൈ. അങ്ങനെ എത്തി, നമ്മൾ തിരിച്ചെത്തി. ഹലോ ഉറങ്ങിയില്ലേ?